ഹായ് ഹലോ ഫാമിലീസ് കേതന്റെ ഏതെന്തോട്ടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ആ ഹൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഈ വർഷത്തെ ഓണം റെസിപ്പി നമ്പർ 2 നമുക്ക് കടന്നാലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വെള്ളരിക്ക പച്ചടി. അപ്പൊ തുടങ്ങിയാലോ. ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: വെള്ളരിക്ക, സവാള, പച്ചമുളക്, തൈര്, തേങ്ങാ ചിരണ്ടിയത്, കടുക് ചതച്ചത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെള്ളരിക്ക സ്ക്വയറിലാണ് കേട്ടോ അരിയണ്ടേ. അതേപോലെ സ്ക്വയറിലായിട്ട് അരിഞ്ഞ സവാള, വട്ടത്തിലരിഞ്ഞ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റോളം വേവുന്നത് നല്ലതാണ് കേട്ടോ. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞ പരുവത്തിലാവണം. കരിഞ്ഞു പോകാൻ പാടില്ല, അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇത്രയും വെള്ളമൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കടുക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. ഈ കടുകിന്റെ ഒരു മണം ഈ വെള്ളരിക്കയിലെല്ലാം എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇവ ചേർത്ത് ഒരു മീഡിയം ടൈപ്പിൽ അരച്ചെടുക്കാം. മഷി പോലെയൊന്നും അരയ്ക്കേണ്ട, ചെറിയ തരിതരിപ്പ് വേണം കേട്ടോ. ഇനി വെന്തിരിക്കുന്ന കൂട്ടിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ അരപ്പിന്റെ വെള്ളവും വെള്ളരിയുടെ വെള്ളവും നന്നായി വറ്റിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുത്തിട്ട് തൈര് ചേർത്തില്ലെങ്കിൽ നമ്മുടെ പച്ചടി ഒരുപാട് ലൂസായി പോകും. വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമ്മുടെ പച്ചടി കൂട്ട് തന്നെ ഇതേമാതിരി ടെക്സ്ചറിൽ ഇരിക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 5 മിനിറ്റ് ഈ കൂട്ട് തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ബ്ലെൻഡ് ചെയ്തിട്ടൊന്നും ചേർക്കേണ്ട, നല്ല കട്ട തൈരായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. കാരണം എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ വറ്റിച്ചാണ് ഇതെല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് നല്ല കട്ട തൈരിട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അടിപൊളിയായിട്ടെല്ലാം കിട്ടി വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ പച്ചടിയുടെ ടെക്സ്ചർ. ചതച്ച കടുകിന്റെയും തൈരിന്റെയും ഒക്കെ കൂടെ മണം വന്നപ്പോഴേ വായിൽ കപ്പലോടാൻ തുടങ്ങി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇതിന്റെ ഒരു മെയിൻ ആയിട്ടാണല്ലോ താളിക്കൽ. ഇനി താളിച്ചു കൊടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ വെളിച്ചെണ്ണ എടുക്കണം, ഓയിലൊന്നും എടുത്താൽ എത്ര ടേസ്റ്റ് വരില്ല കേട്ടോ. കുറച്ച് മതി. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് നമുക്കൊരു 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ആവശ്യമുള്ളവർ ചെറിയുള്ളി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയുള്ളി ചേർക്കുന്നില്ല. അങ്ങനെ നമ്മൾ താളിച്ചൊഴിച്ചിട്ടുണ്ട്. താളിച്ച് ചൂടോടെ തന്നെ വേണം നമ്മൾ എന്ത് കറിയിലും ചേർക്കാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ പച്ചടി നമ്പർ 2, അതായത് വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഈ റെസിപ്പി നോക്കി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ പച്ചടി നമ്മൾ ഇലയിലേക്ക് വിളമ്പുമ്പോൾ ദാണ്ട് ഈ ഒരു ടെക്സ്ചറിൽ വേണം ഇരിക്കാൻ. നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കട്ടെ. അടിപൊളി ടേസ്റ്റ് അല്ലേ. പച്ചടി ഇലയിൽ വെച്ചാൽ അവിടെ ഇരിക്കണം, അവിടുന്ന് അടുത്ത ഇലയിലേക്ക് ഓടാൻ പാടില്ലല്ലോ. അപ്പം ഓണം സ്പെഷ്യൽ പച്ചടി ആയിട്ട് എന്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്ന വിശ്വാസത്തോടെ അടുത്ത വ്ലോഗുമായി വീണ്ടും കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സുകളായി അറിയിക്കുന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വ്ലോഗുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഹാപ്പി ഓണം ആൻഡ് ടാറ്റാ, ബൈ ബൈ, സീ യു.